ശബരിമലയിൽ SITയുടെ പരിശോധന ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് അന്വേഷണ സംഘം സന്നിധാനത്തെത്തിയത്. സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട വിശദമായ പരിശോധന നടത്തും. പോറ്റിയുടെ നേതൃത്വത്തിൽ മാറ്റിയ വാതിലുകളുടെ അളവെടുക്കും. സുജു ടി ബാബു വിവരങ്ങളുമായി ചേരുകയാണ്. സുജു, ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, SITയുടെ പരിശോധന ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് അത് കൂടുതൽ സമഗ്രമാക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് സന്നിധാനത്ത് എത്തുന്നത്. എന്തൊക്കെയാണ് SITയുടെ പരിശോധനകളിൽ ഇന്നെത്തുന്നത്? SITയുടെ പരിശോധന സന്നിധാനത്ത് ആരംഭിച്ചിരിക്കുകയാണ്. ഇന്നലെ തന്നെ SITയുടെ 3 അംഗങ്ങൾ എത്തുകയും ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറുടെ പക്കൽ നിന്ന് ഹാജർ രേഖകളടക്കം പരിശോധനയ്ക്കായി ശേഖരിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് രാവിലെയോടുകൂടിയാണ് SP ശശിധരൻ അടക്കമുള്ള ഉദ്യോഗസ്ഥർ സന്നിധാനത്ത് എത്തിയത്, മുതിർന്ന ഉദ്യോഗസ്ഥർ എത്തിയത്. ഇപ്പോൾ സ്ട്രോങ് റൂമിലെ പഴയ വാതിൽ പാളികൾ ഉൾപ്പെടെയുള്ളവ പുറത്തെടുത്ത് പരിശോധന ആരംഭിച്ചിരിക്കുകയാണ്. ഈ സ്വർണ്ണമോഷണ കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്പോൺസർഷിപ്പിൽ ആണ് 2019 പുതിയ പാളികൾ സ്ഥാപിച്ചപ്പോഴാണ് പഴയ പാളികളും അതുമായി ബന്ധപ്പെട്ട പ്രഭാമണ്ഡലം ഉൾപ്പെടെയുള്ളവ സ്ട്രോങ് റൂമിലേക്ക് മാറ്റി സ്ഥാപിച്ചിരുന്നു. ഇന്നലെ ഹൈക്കോടതി തന്നെ ഉത്തരവിൽ പറയുന്നുണ്ട്, ഈ സ്വർണ്ണപ്പാളികളിൽ കൃത്രിമം നടന്നിട്ടുണ്ടെന്ന്, അതായത് മെർക്കുറിയുടെ അംശം ഇല്ലാതാവുകയും മറ്റു ചില രാസവസ്തുക്കളുടെ അംശങ്ങൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 2019 പാർട്ടി സ്ഥാപിച്ച പുതിയ പാളികളുടെയും അതുപോലെ തന്നെ അതിനു മുമ്പുണ്ടായിരുന്ന സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുന്ന കടലപ്പാളികളുടെയും അതുപോലെ തന്നെ പ്രഭാമണ്ഡലത്തിന്റെയും പരിശോധന ഏറെ നിർണായകമാണ്. അതായത് കൊടിമര കൊള്ളയുമായി ബന്ധപ്പെട്ട കൊടിമരത്തിന്റെ പഞ്ചവർഗത്തറയിൽ സ്ഥാപിച്ചിട്ടുള്ള സ്വർണ്ണപ്പാളികളും സംഘം വിശദമായി പരിശോധിക്കും. ഇതും കേസിൽ കൊടിമര കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ 1998 2019 പാളികൾ തമ്മിൽ പ്രകടമായ വ്യത്യാസമുണ്ടെന്ന് കോടതി ഇതിനോടകം കണ്ടെത്തിയിട്ടുമുണ്ട്. അജിംഷാദ.